മലയാളികളെ ഏറെ വേദനിപ്പിച്ച മറ്റൊന്നായിരുന്നു ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്ന യുവാവ് പെട്ടുപോവുകയും മരണപ്പെടുകയും ചെയ്തത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് അടിയിൽ കൂടി പോകുന്ന ഭാഗത്തെ മാലിന്യം നീക്കം ചർച്ച ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്നാണ് നടക്കുന്നത്. ടണൽ ശുചീകരണം അടക്കമുള്ളത് വിഷയങ്ങളിൽ നിർണായകമായ ചർച്ചകൾ ആണ് നടക്കുക. രാവിലെ 11:30 ഓൺലൈനായാണ് യോഗം. തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, തൊഴിൽ, ഭക്ഷ്യം, കായികം, റെയിൽവേ, ആരോഗ്യം, ജലവിഭവം തുടങ്ങിയ വകുപ്പ് മന്ത്രിമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MLA-മാർ, തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവരും യോഗത്തിന്റെ ഭാഗമാകും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിൽ ഉണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു, അതിലേറെ മലയാളികളെ വേദനിപ്പിച്ച ഒന്നുകൂടിയായിരുന്നു ജോയിയുടെ മരണം. ഈ മരണമെങ്കിലും ഒരു പാഠമാക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ നിരവധിയാണ്. അതുകൊണ്ടൊരു പരിഹാരം തേടേണ്ടതുണ്ട്. അത്തരം പരിഹാര സാധ്യതകൾ എത്രത്തോളമാണ്? അഭിലാഷ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അടിവശത്തു കൂടി പോകുന്ന ആമയിഴഞ്ചാൻ തോട്ടിന്റെ കൈവഴിയിൽ ഏതാണ്ട് 177 മീറ്റർ നീളം വരുന്ന സ്ഥലത്ത് മാലിന്യ നീക്കം തടസ്സപ്പെട്ടതാണ് ജോയിയുടെ ദാരുണമായ മരണത്തിലേക്ക് നയിച്ചതെന്ന വ്യാപകമായ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി അടിയന്തരമായൊരു യോഗം ചേരുന്നത്. സ്വാഭാവികമായി തദ്ദേശ, പൊതുമരാമത്ത്, മറ്റ് വകുപ്പുകളുടെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ മേയറും അതോടൊപ്പം റെയിൽവേ ഡിവിഷണൽ മാനേജറും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായ സമയം മുതൽ കോർപ്പറേഷനും റെയിൽവേയും പരസ്പരം പഴിചാരുകയായിരുന്നു. കാരണം റെയിൽവേയുടെ കീഴിലുള്ള പ്രോപ്പർട്ടിയിൽ മാത്രമേ റെയിൽവേക്ക് മാലിന്യം നീക്കേണ്ടതുള്ളൂ. അവിടേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നത് കോർപ്പറേഷന്റെ ഭരണപരിധിയിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അതിൽ റെയിൽവേക്ക് ഉത്തരവാദിത്തമില്ല എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ റെയിൽവേ സ്വീകരിച്ചിരുന്നത്. അതേസമയം കരാറുകാരെ ഇവിടെ നിന്ന് ഈ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഏർപ്പാടാക്കിയത് റെയിൽവേയാണ്. അതുകൊണ്ട് ജോയിയുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്കാണ് എന്ന നിലപാടിലായിരുന്നു കോർപ്പറേഷൻ. സ്വാഭാവികമായി ഇത് പരസ്പരമുള്ള പഴിചാരലുകൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിലാണ് ഇനിയും ഇത്തരമൊരു ദുരനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തരമായ യോഗം ചേരുന്നത്. ഈ മാലിന്യ നീക്കം, അതായത് ആമയിഴഞ്ചാൻ തോട്ടിന്റെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വരുന്ന കൈവഴിയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതിന് ഇടവരുന്ന സാഹചര്യം വിശദമായി യോഗം ചർച്ച ചെയ്യും. ആ മാലിന്യ നീക്കം അടിയന്തരമായി തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലൂടെ കടന്നു പോകുന്ന ഈ ആമയിഴഞ്ചാൻ തോട്ടിന്റെ ഭാഗങ്ങളിലെ മാലിന്യ നീക്കം ഒന്നെങ്കിൽ നഗരസഭ തന്നെ ഏറ്റെടുക്കാനാണ് സാധ്യത. പക്ഷേ അതിന് റെയിൽവേയുടെ കൃത്യമായ അനുമതി ഉണ്ടാകണം. ആ റെയിൽവേ നൽകുന്ന വിശദീകരണം അത് ഏത് തരത്തിലായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം മാലിന്യ നീക്കത്തിന് വേണ്ടി തുടർ നീക്കങ്ങൾ എങ്ങനെയാകണമെന്ന കാര്യത്തിൽ അന്തിമമായൊരു ധാരണ ഉണ്ടാകുക. സ്വാഭാവികമായി സദേൺ റെയിൽവേ, ദക്ഷിണ റെയിൽവേയുടെ കൃത്യമായ മേലുദ്യോഗസ്ഥരുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ റെയിൽവേ പ്രോപ്പർട്ടിയിലുള്ള ഈ മാലിന്യ നീക്കത്തിലേക്ക് നഗരസഭയ്ക്ക് കൃത്യമായി കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുകയുള്ളൂ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണവുമായി റെയിൽവേ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായാൽ അത് വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കും. എന്തായാലും മുഖ്യമന്ത്രി ഇങ്ങനെയൊരു യോഗം വിളിച്ചിരിക്കുന്നത് തന്നെ വ്യാപകമായ വിമർശനം സർക്കാരിനെതിരെ തന്നെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് നഗരസഭയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം മാത്രമല്ല, ഇതോടുകൂടി ഏതാണ്ട് ഈ നഗരത്തിലെ മുഴുവൻ മാലിന്യ പ്രശ്നങ്ങളും സജീവ ചർച്ചയാകുന്നുണ്ട്. ഇന്നലെ നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ, ജിജി തോംസൺ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നൽകുമ്പോൾ ഈ വൻകിട കയ്യേറ്റക്കാർ ഉൾപ്പെടെയുള്ളവർ, വലിയ വ്യാപാര വ്യവസായികൾ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ, വ്യവസായികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ പുറന്തള്ളുന്ന മാലിന്യം അത് മാഫിയകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ഗുരുതരമായ ആരോപണം VV രാജേഷിനെ പോലെയുള്ള നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അതുമാത്രവുമല്ല, ഇവരൊക്കെ പണം നൽകുന്നുണ്ട് പാർട്ടിക്ക്, CPM-ന് ഒക്കെ പണം നൽകിയിട്ടാണ് ഇത്തരം വിഷയങ്ങളെ ഒതുക്കി തീർക്കുന്നത് എന്ന ആക്ഷേപമൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി നഗരത്തിലെ പൂർണ്ണമായ മാലിന്യ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായി നഗരത്തിലെ മാത്രം ഈ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലുള്ള മാലിന്യ നീക്കം സംബന്ധിച്ച കൃത്യമായ റെയിൽവേയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. മുഖ്യമന്ത്രി തന്നെ ഈ യോഗം വിളിച്ചിരിക്കുന്നത് നഗരഹൃദയത്തിൽ ഇങ്ങനെ ഈ മാലിന്യ നീക്കം ദുസ്സഹമായി തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം
മഴക്കാലമാണ്. വലിയ തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നഗരപ്രദേശങ്ങളിൽ അതിശക്തമായി ഒരു മഴ പെയ്താൽ തന്നെ പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അവിടെ ഇത്തരം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ നേരത്തെ ആശങ്ക അറിയിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി മാലിന്യ നീക്കത്തിന് വേണ്ടിയ തുടർ നീക്കങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. നമുക്കറിയാം, നെയ്യാറ്റിൻകരയുള്ള ഉൾപ്പെടെ ഭാഗങ്ങളിൽ കോളറ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അത് പടർന്നു പിടിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങൾ വ്യാപകമായി തിരുവനന്തപുരം ജില്ലയുടെ ഒരു മേഖലയിൽ പടരുന്ന ഒരു പശ്ചാത്തലം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം പറയാൻ. പക്ഷേ അവിടെ ഈ മാലിന്യ നീക്കത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള തുടർ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഓരോ മഴക്കാലത്തും മഴക്കാലപൂർവ്വ ശുദ്ധീകരണം അത് തകൃതിയായി നടക്കുന്നതാണ്. പക്ഷേ അത് ഫലം കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകില്ലായിരുന്നു എന്ന വ്യാപകമായ വിമർശനം ഉയരുന്നതിന് പിന്നാലെയാണ് അടിയന്തരമായ യോഗം വിളിച്ചിരിക്കുന്നത്. അവിടെ ഈ മാലിന്യ നീക്കത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള പ്രായോഗികമായ ഇടപെടലുകളിലേക്ക് സർക്കാർ കടക്കും എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ മഴക്കാലമാണ്. ശുചീകരണ പ്രവൃത്തികളുടെ ആവശ്യം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള സമയം കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരം ഡാൻ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്ത് കോളറ ഉൾപ്പെടെയുള്ള രോഗം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം